മറ്റു വാർത്തയിലേക്ക് പോവുകയാണ്. കോറോ ഹെൽത്തിലെ പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 7 മാസത്തെ നഷ്ടപരിഹാരം നൽകാൻ ധാരണയായി. മന്ത്രി ബിന്ദു കൃഷ്ണ കമ്പനി പ്രതിനിധികളുമായും ജീവനക്കാരുമായും നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. പിരിച്ചുവിട്ട ജീവനക്കാർക്ക് മറ്റൊരു ജോലി ലഭിക്കാൻ ആവശ്യമായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. ധാരണയിൽ സംതൃപ്തരാണെന്ന് കോറോ ഹെൽത്ത് പ്രതിനിധികളും പറഞ്ഞു. ഇന്ന് രാവിലെ മുതൽ ചർച്ച തുടങ്ങി. ഈ ചർച്ച വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് വളരെ ഫലപ്രദമായ ഒരു ചർച്ചയായിരുന്നു. ആ തീരുമാനം എന്ന് പറയുന്നത് കമ്പനി ഒരു 12% ആളുകളെ റീലൊക്കേറ്റ് ചെയ്യാൻ മറ്റ് സെന്റേഴ്സിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ തയ്യാറാണെന്നാണ് ആദ്യം അറിയിച്ചത്. ഞങ്ങളത് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ജീവനക്കാരുമായി നടത്തിയ ചർച്ചയിൽ മറ്റ് സെന്റേഴ്സിലേക്ക് പോയാൽ ഒരു തൊഴിൽ സുരക്ഷിതത്വം യാതൊരു ഉറപ്പുമില്ലാത്ത സാഹചര്യമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ നിർദ്ദേശത്തെ നിരാകരിച്ചു. അതായത് ആദ്യം കൊടുത്ത 2 മാസം കൂടാതെ ഗ്രോസ് സാലറി 5 മാസത്തേക്കുള്ളത് 26-ാം തീയതി തന്നെ കൊടുക്കാമെന്ന് കമ്പനി സമ്മതിച്ചിട്ടുണ്ട്. ജീവനക്കാരെന്ന നിലയിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് സാധ്യമായതിൽ ഏറ്റവും നല്ല സൊല്യൂഷനാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ഞങ്ങൾ ഈ ചർച്ചയിൽ ആദ്യം മുതലേ പങ്കെടുത്ത ആളുകളാണ്. വിവരങ്ങളുമായി അക്ഷയ കൃഷ്ണാനന്ദാണ് ചേരുന്നത്. അക്ഷയ, ചർച്ച കഴിഞ്ഞു, നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ജീവനക്കാർക്ക് എല്ലാവർക്കും ജോലി നഷ്ടമാകുന്ന ഒരു അവസ്ഥ തന്നെയല്ലേ ഉണ്ടാവുക? കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ടാണ് കമ്പനി പ്രതിനിധികളുമായും ജീവനക്കാരുമായും ഇപ്പോൾ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ചർച്ച നടത്തിയിരിക്കുന്നത്. അതിലൊരു സമവായത്തിലേക്ക് പരിഹാരത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. അക്ഷയ കൃഷ്ണാനന്ദുണ്ട്. അക്ഷയ, ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ യോഗത്തിൽ എന്താണ് ധാരണയായത്? ദിവ്യ, അതായത് ഈ തൊഴിലാളികളെ ഈ കോറോ ഹെൽത്തിന്റെ മറ്റ് തൊഴിലിടങ്ങളിലേക്ക് കൂടെ വെക്കണം, അവരവിടെ ജോലി ചെയ്യാൻ സമ്മതിക്കണം എന്നുള്ളതായിരുന്നു ആദ്യം വെച്ച നിർദ്ദേശം. എന്നാൽ അത് പ്രായോഗികമല്ല എന്ന് മന്ത്രിക്ക് ബോധ്യമാവുകയായിരുന്നു. അതായത് ഇവർ എപ്പോൾ വേണമെങ്കിലും ഈ കമ്പനി ഇനി അത് ഉപേക്ഷിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഈ കമ്പനി ഉടമകളെല്ലാം തന്നെ നിൽക്കുന്നത്. എന്തായാലും കേരളത്തിൽ വർക്ക് ചെയ്യാൻ, കേരളത്തിൽ നിലനിൽക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന് ഏകദേശം ഈ ഒരു ചർച്ചയിൽ തന്നെ ആദ്യം മുതൽ തൊട്ട് തന്നെ ഈ കമ്പനി അധികൃതർ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് അവർക്ക് സർക്കാർ എന്നുള്ള രീതിയിൽ അതിൽ ഇടനിലയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ചെയ്യാൻ കഴിയുന്നത് ഇത്തരത്തിലൊരു കോമ്പൻസേഷൻ മാത്രമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടുകൂടിയാണ് ഈ ഒരു നിർദ്ദേശത്തിലേക്ക് സർക്കാർ കടന്നത്. ആദ്യം 10 മാസത്തെ ശമ്പളം കൊടുക്കണം എന്നുള്ളതാണ്. അതായത് നിലവിൽ ഇപ്പോൾ നൽകിയിട്ടുള്ള 2 മാസവും കൂടാതെ 8 മാസത്തെ ശമ്പളം കൂടെ കൊടുത്ത് 10 മാസം എന്നുള്ളതായിരുന്നു സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശം. എന്നാൽ അതിന് കമ്പനി വഴങ്ങാതെ വന്നതോടുകൂടിയാണ് 5 മാസത്തെ ശമ്പളം നൽകണം, മുഴുവൻ സാലറിയും, അതായത് ഗ്രോസ് ഉള്ളതാണ് നിർദ്ദേശം വെച്ചിട്ടുള്ളത്. അത് ജീവനക്കാർ അക്കാര്യത്തിൽ സംതൃപ്തരുമാണ്. അവർ പറഞ്ഞിരുന്നത് തങ്ങൾക്ക് 3 മാസത്തെ ശമ്പളമെങ്കിലും വേണം, എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് മറ്റൊരു ജോലി ിന് വേണ്ടി പരിശ്രമിക്കാൻ, സംഘർഷമില്ലാതെ അതിനുവേണ്ടി പരിശ്രമിക്കാൻ കഴിയൂ എന്നുള്ളതായിരുന്നു. അത്തരത്തിൽ എന്തായാലും ജീവനക്കാരുടെയും അതുപോലെ തന്നെ കമ്പനിയുടെയും ഇടയിൽ നിന്നുകൊണ്ട് സർക്കാരിന് ചെയ്യാൻ പറ്റിയ പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമാണ് എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാർ എടുത്തിട്ടുള്ളത്. അതായത് ജീവനക്കാർക്ക് 7 മാസത്തെ, അതായത് നിലവിൽ ഇപ്പോൾ 2 മാസത്തെ കോമ്പൻസേഷൻ നൽകി കഴിഞ്ഞു, 7 മാസത്തെ കോമ്പൻസേഷനും നൽകും. മറ്റ് സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും എല്ലാം തന്നെ ജീവനക്കാർക്ക് നൽകും. അതിൽ മറ്റൊരു സ്ഥലത്ത് ജോലി കിട്ടാനുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തു പിരിച്ചുവിടലിനിടയായി എന്നുള്ളൊരു കാരണത്താൽ അവർക്ക് ഒരു ജോലി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതുമാണ് ഈ ചർച്ചയിൽ ധാരണയായിട്ടുള്ളത്.